സ്വാഭാവികമായും കാർഷിക രീതിയെ പറ്റി പരിചയപ്പെടാവുന്നത് അത്യാവശ്യമാണ്. അതിനെക്കുറിച്ച് എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ ഷിയാസ് പാലപ്പടിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ വേണ്ടി സാധ്യത നമ്മൾ മാക്സിമം ചിരങ്ങ അതുപോലെ തന്നെ കുക്കുംബർ അതൊക്കെ കഴിക്കണമെങ്കിൽ നമ്മളെ വിള്ളലിന് കാര്യത്തിന് നമ്മൾ ഓരോ പച്ചക്കറികൾക്കും ഓരോ അവയവങ്ങൾക്കുള്ളതാണ്. അത് നമ്മൾ നല്ല രീതിയിൽ കഴിക്കുക. അപ്പോൾ ഇത് സംഗതി മനസ്സിലായ നമ്മൾ ഓരോ ലെയറിലും ഇത് മണ്ണ് ഇങ്ങനെ കയറ്റി കയറ്റി കൊണ്ടുവരിക. മാക്സിമം എത്ര മണ്ണ് കൊടുക്കാൻ പറ്റും, മണ്ണും വളം ഇങ്ങനെ കൊടുക്കാൻ പറ്റും, അതിനനുസരിച്ച് നമുക്ക് കായ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഒരു ഈ വലിപ്പമുള്ള ഗ്രോ ബാഗിൽ ഒരു തയ്യേ പാടുള്ളൂ. ഇനി വലിയ ഗ്രോ ബാഗാണെങ്കിലും ഒന്നേ പാടുള്ളൂ. ഒന്നിനെ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ചെറിയ ചെറിയ ക്ലിപ്പുകൾ കൊടുത്തിട്ടുള്ളൂ. ഇതിൽ അമ്മോനെ അവാർഡൊക്കെ കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും പിരിയാൻ നിൽക്കണം. നമ്മളിവിടെ എല്ലാ ഇതിലത്തെ സ്റ്റുഡൻസൊക്കെ നമ്മളോട് കമ്പനി ആയിട്ടുണ്ട്. എൻ്റെ സ്കൂളിൽ ഞാനും ഇവിടെ ഒതുക്കുന്ന സ്കൂളിൽ 8ലാണ് പഠിക്കുന്നത്. ഇതെൻ്റെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടികളാണ്. നല്ല ഓടിയിട്ടിട്ട് സൗണ്ട് പരമ്പരടിച്ചു. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അമ്മോനെ അവാർഡൊക്കെ കയ്യിൽ പിടിച്ച് നടന്നു വരികയാണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഒപ്പം അമ്മോനെ നടന്നു തന്നു. പിന്നെ ഇവിടുന്ന് ഇവർ തന്നെ ഭക്ഷണമൊക്കെ റെഡിയാക്കി തന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളി, ഷെയർ ചെയ്തോളി. ഇപ്പോൾ ബൈ.